ആഗോള ആർഭാട സംഗമത്തിന് ശേഷവും ചർച്ചയായി ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള അലംഭാവം. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിയിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും മെല്ലെപ്പോക്കിന് തെളിവായി നിയമസഭാ രേഖകളുണ്ട്. വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും ചെറുവിരൽ പോലും അനക്കുന്നുമില്ല. കോടികൾ പൊടിച്ച് ആഗോള ആർഭാട സംഗമം സംഘടിപ്പിച്ച സർക്കാർ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തോടും മാസ്റ്റർ പ്ലാനിനോടും കാണിക്കുന്നത് തികഞ്ഞ അവഗണനയും അലംഭാവവും എന്നതിന് നിയമസഭാ രേഖകൾ തന്നെ സാക്ഷി. 2016 മുതൽ 2 പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്തുമായി ശബരിമല മാസ്റ്റർ പ്ലാനിനായി ആകെ ചെലവഴിച്ചത് വെറും 70.37 കോടി രൂപ. 275.2 കോടി നീക്കിവെച്ചിരുന്നതായി ദേവസ്വം മന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രിയുടെ തന്നെ നിയമസഭാ മറുപടി ചർച്ചയാക്കുന്നത്. രണ്ടായിരത്തി 22-23 സാമ്പത്തിക വർഷം മുതൽ 24-25 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ അവഗണനയുടെ ആഴം കുറച്ചുകൂടി വ്യക്തമാക്കും. 3 സാമ്പത്തിക വർഷങ്ങളിലുമായി ആകെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് 87.6 കോടി രൂപ. എന്നാൽ ഇക്കാലയളവിൽ ചെലവഴിച്ചതാകട്ടെ വെറും 15.7 കോടി, അതായത് ആകെ വിഹിതത്തിന്റെ 18% മാത്രം. കഴക്കൂട്ടം, ചെങ്ങന്നൂർ, ചിറങ്ങര, എരുമേലി, നിലയ്ക്കൽ, മണിയങ്കോട് എന്നിവിടങ്ങളിൽ 116.41 കോടി ചെലവഴിച്ചു തുടങ്ങിയ ഇടത്താവള നിർമ്മാണങ്ങളിൽ പലതും പാതിവഴിയിൽ തുടരുന്നു. പൂർത്തിയായത് കഴക്കൂട്ടത്തും മണിയങ്കോടും മാത്രം. ചെങ്ങന്നൂർ, ചിറങ്ങര, എരുമേലി, നിലയ്ക്കൽ താവളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. നിലയ്ക്കലിലെ 7 വിരിക്കെട്ടിടങ്ങളിൽ 3 എണ്ണം മാത്രമാണ് ഭക്തർക്കായി തുറന്നു നൽകിയതെന്നും നിയമസഭാ രേഖകളിൽ വ്യക്തം. ശബരിമലയ്ക്കായി സർക്കാർ കോടികൾ ചെലവഴിക്കുന്നുവെന്നത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ്. പക്ഷേ പല പദ്ധതികളും പ്രഖ്യാപനം മാത്രമായി തുടരുന്നുവെന്നതാണ് ശബരിമലയുടെ യാഥാർത്ഥ്യം. ശബരിമലയ്ക്കായി വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ശേഷം നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കാലങ്ങളായി സർക്കാർ ആവർത്തിക്കുന്ന പതിവ്. ജനുവരിയിൽ പ്രഖ്യാപിച്ച 1033 കോടിയുടെ ത്രിതല ലേഔട്ട് പ്ലാനും ഇങ്ങനെ പ്രഖ്യാപനം മാത്രമാകുമെന്നും വിമർശനമുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.